നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. നമ്മൾ മലയാളി വാർത്ത കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ചെയ്തിരുന്നു. അതായത് ഈ ഒരു രാത്രി ഖമനേയി താണ്ടില്ല എന്നുള്ള രീതിയിലായിരുന്നു. കാരണം അത്രത്തോളം ഖമനേയിയെ വളഞ്ഞുകൊണ്ടുള്ള ഒരു അറ്റാക്കിലേക്ക് ഇസ്രയേലും അമേരിക്കയും നീങ്ങുന്നു എന്നുള്ളത് ഏകദേശം പാശ്ചാത്യ മാധ്യമങ്ങളിൽ നിന്ന് വന്ന റിപ്പോർട്ടുകളിലൂടെ നമുക്ക് വ്യക്തമായിരുന്നു. മറ്റൊരു കാര്യം, ഇസ്രയേൽ യുദ്ധം തുടങ്ങി വെക്കുന്നത് പോലും ഖമനേയി ഉണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു. ഇന്നിപ്പോൾ വലിയ ആഘോഷം, പ്രത്യേകിച്ച് മൊസാദിൻ്റെ ആസ്ഥാനത്തും അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവും എല്ലാവരും അവർ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം സാധിച്ചു എന്നുള്ള ഒരു ആവേശത്തിലാണ്. എന്നാൽ തൊട്ടിപ്പുറത്ത് വലിയ നഷ്ടം നേരിട്ട ഇറാൻ ആകട്ടെ അതിശക്തമായ തിരിച്ചടികൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഖമനേയിയുടെ മൃതദേഹം അത് ഇതുവരെ തിരിച്ചു കിട്ടിയോ അതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. ഏകദേശം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലുള്ള പലരും കൊല്ലപ്പെട്ടു, മകൾ ഉൾപ്പെടെ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നു. ലോകത്തിൻ്റെ പല കോണിലായിട്ട് തീവ്ര ഷിയ വിഭാഗങ്ങൾ, സംഘടനകൾ രംഗത്തേക്ക് വന്ന് പ്രതിഷേധവുമായി എത്തുന്നു. കശ്മീരിൽ നമ്മൾ കണ്ടു കഴിഞ്ഞു, അവിടെ രാവിലെ മുതൽ പ്രതിഷേധം തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലോകം മുഴുവൻ ഒരു ഭീതിയിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഈ ഖമനേയിയുടെ കൊലപാതക വിവരം പുറത്തേക്ക് വന്നതോടുകൂടി വലിയൊരു അരക്ഷിതാവസ്ഥ, അതിനപ്പുറത്തേക്കൊരു വലിയ ഭയം ലോകത്തിൽ പടർന്നിരിക്കുന്നു. ഖമനേയി കൊലപ്പെടുത്തിയ രീതി, അതാണ് നമ്മൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കേണ്ടത്. ഒരു വശത്ത് ആണവ നിർവ്യാപനം സംബന്ധിച്ച ചർച്ചകൾ അമേരിക്കയും ഇറാനും തമ്മിൽ തുടർച്ചയായി നടക്കുന്നു. പക്ഷേ ചർച്ചകൾ ഒരിടത്തും എത്തുന്നില്ല. അപ്പോഴൊക്കെ ഇറാൻ്റെ പരമോന്നത നേതാവ് അലി ഖമനേയിയുടെ ഒരു ധാർഷ്ട്യം നിറഞ്ഞ, ധിക്കാരം നിറഞ്ഞ ഒരു സംഭാഷണ രീതിയുണ്ട്. അമേരിക്കയെ ഞങ്ങൾ തകർക്കും, അമേരിക്ക ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ അത് നടപ്പില്ല എന്നുള്ളൊരു ധാർഷ്ട്യം നിറഞ്ഞ സംഭാഷണം. ഇതിന് രണ്ട് കാരണങ്ങളാണ് ഇറാൻ മുന്നിൽ കണ്ടത്, അല്ലെങ്കിൽ ഖമനേയി മുന്നിൽ കണ്ടത്. ഒന്ന്, അമേരിക്കയുടെ സഖ്യരാജ്യങ്ങളാണ് മിക്ക ഗൾഫ് രാജ്യങ്ങളും. അവരൊക്കെ സുന്നി ഭരണക്രമമുള്ള രാജ്യങ്ങളാണ്. അതിൽ നിന്ന് വേറിട്ട് ഷിയ ഭരണക്രമം തുടരുന്ന ഒരു ഭരണകൂടമാണ് അലി ഖമനേയിയുടേത്. ആയത്തുള്ള അലി ഖമനേയി പരമോന്നത നേതാവായിട്ടുള്ള ഇറാനാണ് ഷിയ വിഭാഗത്തിന് പൊതുവെ ഒരു ഷീൽഡ് ഒരുക്കുന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും. ഷിയ മിലിഷ്യകളിലൂടെയാണ് പല രാജ്യങ്ങളും പിടിച്ചടക്കാൻ ശ്രമിച്ചത്, പല അധികാര കേന്ദ്രങ്ങളും നിലനിർത്താൻ ശ്രമിച്ചത്. 1979 മുതൽ ഈ ഷിയ ഭരണകൂടത്തിൻ്റെ ഒരു തീവ്രവാദ രീതി പലപ്പോഴും ലോകത്തെ അസ്വസ്ഥപ്പെടുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു തുടർച്ചയാണ്. കാരണം ഇസ്രയേൽ ആത്യന്തികമായി ഖമനേയിയെ വധിക്കാൻ നേരത്തെ തന്നെ തീരുമാനമെടുത്തിരുന്നു. ഇക്കഴിഞ്ഞ ജൂണിൽ നടന്ന 2025 ജൂണിൽ നടന്ന ആക്രമണത്തിൽ ഖമനേയിയെ വധിക്കാൻ ഇസ്രായേൽ തയ്യാറെടുത്തു. അവസാന നിമിഷം ട്രംപ് അതിന് അനുമതി കൊടുത്തില്ല എന്നുള്ള വാർത്ത നമ്മളന്ന് കേട്ടിരുന്നു. ഇക്കുറി അവസാനത്തേക്ക് വെച്ചില്ല ഇസ്രായേൽ. ഏറ്റവും ആദ്യ ദിവസം ആക്രമണം തുടങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ ഇസ്രായേൽ ആദ്യം അമേരിക്കയുടെ സഹകരണത്തോടെ വധിച്ചത് ഖമനേയിയാണ്, ഖമനേയിയും കുടുംബാംഗങ്ങളെയും. അതിനവർ തിരഞ്ഞെടുത്ത സമയം, അതാണ് ഏറ്റവും അത്ഭുതപ്പെടുത്തുന്നത്. സാധാരണ യുദ്ധം തുടങ്ങുന്നത് രാത്രി കാലങ്ങളിലാണ്. ശത്രുവിനെ ആക്രമിക്കാൻ അവരുടെ റഡാർ സംവിധാനങ്ങളുടെ കണ്ണ് വെട്ടിച്ച് അങ്ങോട്ടേക്ക് കടന്നു കയറാൻ, അപ്രതീക്ഷിതമായി അവരെ ഒരു അമ്പരപ്പിക്കാനൊക്കെ ഈ രാത്രികാല ആക്രമണങ്ങളാണ് സഹായിക്കുന്നത്. എന്നാൽ ശനിയാഴ്ച രാവിലെ ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിക്കാൻ തിരഞ്ഞെടുത്തിയ ആ സമയം, പകൽ സമയത്തുള്ള ആക്രമണം ഒരിക്കലും ഇറാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പതിവ് പോലെ തൻ്റെ കൊട്ടാരത്തിലെ ഓഫീസ് മുറിയിൽ ഖമനേയി എത്തുന്നു. അദ്ദേഹം രാജ്യത്തെ സുരക്ഷാ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്നു, സംയുക്ത സേനാ മേധാവിയുമായി സംസാരിക്കുന്നു. IRGCയിലെ ഉന്നത ഉദ്യോഗസ്ഥർ വരെ എത്തിയിരുന്നുവെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഖമനേയിക്കൊപ്പം ഖമനേയിയുടെ മകള്, മരുമകന് ഒരു പേരക്കുട്ടി. ആ പേരക്കുട്ടിക്കൊപ്പം ഖമനേയി ഇരിക്കുന്ന പടങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ഒരു കൊച്ചു പെൺകുട്ടിയെ ഖമനേയി ചിരിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നൊരു ഫോട്ടോ. കുടുംബാംഗങ്ങളിൽ പലരും അവിടെ ഉണ്ടായിരുന്നു. ഈ കൊട്ടാരത്തിൻ്റെ താഴെ വളരെ സുരക്ഷിത ബങ്കറുകളുണ്ട് എന്നാണ് നമ്മളിപ്പോൾ മാധ്യമങ്ങളിലൂടെ അറിയുന്നത്. പക്ഷേ ഒരു ബങ്കറിലും ഖമനേയി സുരക്ഷിതനല്ല എന്ന് അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞിരുന്നു. കാരണം അമേരിക്കയുടെ ബോംബർ വിമാനങ്ങളിൽ നിന്ന് വർഷിക്കുന്ന ബോംബുകൾ കടന്നു ചെല്ലാത്ത ഒരു ഭൂഗർഭ അറയും ഇറാനിലില്ല എന്നാണ് ട്രംപ് വ്യക്തമാക്കിയത്. ഏതായാലും ഭൂഗർഭ അറയിലായിരുന്നില്ല. തൻ്റെ ഓഫീസ് മുറിയിൽ രാവിലെ അമേരിക്കയും
ഇസ്രയേലും ചേർന്നൊരു ആക്രമണം നടത്തിയാൽ അതിനെ എങ്ങനെ നേരിടും എന്ന് ആലോചന നടത്തുന്നതിനിടയിലാണ് ഇസ്രയേലിൻ്റെ കടന്നാക്രമണം. നമ്മൾ മനസ്സിലാക്കുന്നത്, വായിച്ചറിയുന്നത്, കേട്ടറിയുന്നത് വെച്ച് 30ഓളം ബോംബുകൾ ഒരുമിച്ച് ആ കൊട്ടാര വളപ്പിലേക്ക് വർഷിക്കുന്നു. നമുക്കത് ഉപഗ്രഹ ചിത്രങ്ങളിൽ നിന്ന് വ്യക്തമാണ്. ഒരു ചാരക്കൂമ്പാരമായി കൊട്ടാരം മാറുന്നു. അപ്പോൾ തന്നെ ഖമനേയി വധിക്കപ്പെട്ടു എന്ന വിവരം ഇസ്രായേലിനും അമേരിക്കയ്ക്കും ലഭിക്കുന്നു. അതിൻ്റെ ചിത്രങ്ങളിൽ നിന്ന് ഖമനേയി കൊല്ലപ്പെട്ടു എന്ന് ട്രംപ് തന്നെയാണ് ആദ്യമായി ലോകത്തോട് വ്യക്തമാക്കുന്നത്. ഖമനേയിയുടെ മരണത്തോടെ ആ ഒരു ആയത്തുള്ള ഭരണത്തിന് അന്ത്യം വരുന്നു എന്ന് ലോകം വിചാരിക്കാൻ അത്ര മണ്ടന്മാരല്ല ലോകം. കാരണം ഇറാനിൽ പടുത്തുയർത്തിയ ഒരു ഭരണക്രമമുണ്ട്. ഈ ഭരണക്രമമൊക്കെ ഒരു ഏകാധിപത്യ ശൈലിയിൽ, സ്വേച്ഛാധിപത്യ മൂഡിലാണ് അവിടെ പ്രവർത്തിക്കുന്നത്. കാരണം അവിടെ IRGC തലവനെ നിയോഗിക്കുന്നത്, ജഡ്ജിമാരെ നിയോഗിക്കുന്നത്, സുരക്ഷാ കൗൺസിൽ മേധാവികളെ നിയമിക്കുന്നത് ഒക്കെ ഖമനേയി നേരിട്ടാണ്. ഖമനേയി എന്ന ഒറ്റ വ്യക്തിയിൽ ആ ഭരണവും അവിടുത്തെ ആത്മീയതയും ഒരുമിച്ച് നിൽക്കുന്നു. ആത്മീയ നേതാവായി ജനങ്ങൾ നിയന്ത്രിക്കുന്നു. പക്ഷെ മറുവശത്ത് വലിയൊരു സാമ്രാജ്യമാണ് ഇദ്ദേഹം അവിടെ കൈയടക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ കേൾക്കുന്നതനുസരിച്ച് 9 ലക്ഷം കോടിയുടെ ആസ്തി വ്യക്തിപരമായി ഖമനേയിക്കുണ്ട്. ഇയാളുടെ മകൻ മജ്തബ ഖമനേയിക്ക് പോലും 1000 കോടി രൂപയുടെ ആസ്തി. രാജ്യം പട്ടിണിയിലും പരിവട്ടത്തിലും വിലക്കയറ്റത്തിലും നട്ടം തിരിഞ്ഞ് ജനങ്ങൾ പരിഭ്രാന്തരായി ഓടുമ്പോൾ ഒരു വലിയ സാമ്രാജ്യം കെട്ടിപ്പടുത്ത് വലിയ ഒരു പണക്കൂമ്പാരത്തിന് മുകളിൽ, ഒരു സാമ്രാജ്യത്തിന് മുകളിൽ ഖമനേയി ഇരിക്കുന്നു. അതും സ്വേച്ഛാധിപതിയായി. അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് നേർക്ക് ആരെങ്കിലും വിരൽ ചൂണ്ടിയാൽ ആ വിരലുകൾ അപ്പോൾ ഛേദിക്കപ്പെടും, കഴുത്ത് ഛേദിക്കപ്പെടും. സ്വന്തം ജനതയെ നിഷ്ഠൂരമായി കൊന്നൊടുക്കുന്നതിൽ ഖമനേയിക്ക് ഒട്ടും മടിയില്ല. നമുക്കറിയാം, ഇക്കഴിഞ്ഞ ആഭ്യന്തര സംഘർഷം ഉടലെടുത്തതിന് തൊട്ടു പിന്നാലെ ഏകദേശം 7000-ലധികം ഇറാനികളെയാണ് കൊന്നൊടുക്കിയത് IRGC ഉപയോഗിച്ച്. അപ്പോഴൊക്കെ പഴയ റസ പഹ്ലവിയുടെ മകൻ, ഷാ പഹ്ലവിയുടെ മകൻ റസ പഹ്ലവി അമേരിക്കയിലാണ് ഇപ്പോൾ അഭയം തേടിയിരിക്കുന്നത്. അദ്ദേഹം ട്രംപിനോട് ഇടപെടാൻ അഭ്യർത്ഥിച്ചുകൊണ്ടിരുന്നു. തെരുവിലിറങ്ങിയ ഇറാനിയൻ പ്രക്ഷോഭകർ എത്രയും പെട്ടെന്ന് അമേരിക്ക ഒരു കടന്നാക്രമണം നടത്തണമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ ട്രംപ് കാത്തിരുന്നു. ട്രംപിൻ്റെ ലക്ഷ്യം ഖമനേയിയുടെ കൊലപാതകത്തോടെ ഇറാനിൽ പരിഭ്രാന്തി വളർത്തി, ഇറാനിലെ ഭരണകൂടത്തെ നിയന്ത്രിക്കുന്ന വമ്പന്മാരെ കൊന്നൊടുക്കി, ഇറാനെ പൂർണ്ണമായി മറ്റൊരു ഭരണക്രമത്തിലേക്ക്, ഒരുപക്ഷെ അമേരിക്കയുടെ ഭാവഭരണമായിരിക്കും, അതിലേക്ക് ഒന്ന് വഴിതിരിച്ചു വിടാനാണ്. അതുകൊണ്ടാണ് സൂക്ഷ്മതയോടെ ലോകത്തിലെ ഏറ്റവും 2 വലിയ വ്യോമശക്തികളാണ്, ഒന്ന് അമേരിക്കയുടേത്, ഒന്ന് ഇസ്രായേലിൻ്റേത്. അവർ സംയുക്തമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ കൃത്യതയോടെയുള്ള ഒരു ആക്രമണം, അതിലാണ് ഖമനേയി കൊല്ലപ്പെടുന്നത്. ഖമനേയി മാത്രമല്ല, നമ്മളിപ്പോൾ കേൾക്കുന്നു സംയുക്ത സേനാ മേധാവി ഉൾപ്പെടെ നിരവധി ആളുകൾ, എന്തിനേറെ പെസഷ്കിയാൻ പോലും ജീവിച്ചിരിപ്പുണ്ടോ എന്ന സംശയമാണ് ലോകമാധ്യമങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇറാനെ അക്ഷരാർത്ഥത്തിൽ ആദ്യ ദിനം ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്ന തലത്തിലെത്തി. പക്ഷേ ഇറാൻ അത്ര പെട്ടെന്ന് വീഴില്ല. അതിന് കാരണം ഇറാന് നമ്മൾ നേരത്തെ കേൾക്കുന്ന ഒരു മിലിഷ്യകളുടെ ഒരു സംഘമൊന്നുമല്ല. ഇറാൻ വലിയ സമ്പത്തുള്ള പഴയ പേർഷ്യയാണ്. പേർഷ്യയുടെ പേര് 1935 അന്ന് ഷാ പഹ്ലവി ഭരണം കൈയടക്കി വെച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹമാണ് പേർഷ്യയുടെ പേര് മാറ്റി ഇറാൻ എന്ന പേര് കൊണ്ടുവരുന്നത് 1935. അപ്പോൾ പഹ്ലവി കാലഘട്ടം കഴിഞ്ഞ് ആയത്തുള്ള കാലഘട്ടം 1979 തുടങ്ങുന്നു. അന്ന് മുതൽ 1979 ആദ്യം നമുക്കറിയാം റൂഹല്ല ഖൊമേനി അവിടെ ഇസ്ലാമിക് വിപ്ലവത്തിലൂടെ അധികാരം പിടിച്ചെടുക്കുന്നു. അതിനുശേഷമാണ് എല്ലാം തകിടം മറിഞ്ഞത്. അന്ന് റൂഹല്ല ഖൊമേനി ആദ്യമായി ലോകത്തോട് പറയുന്നു, ചെറിയ സാത്താൻ ഇസ്രയേലും വലിയ സാത്താൻ അമേരിക്കയുമാണ്. ഇവർ രണ്ടും ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കപ്പെടേണ്ടവരാണ്. ഇസ്രയേലിന് ഈ ഭൂമുഖത്ത് അസ്തിത്വത്തിനുള്ള അവകാശമില്ല. പക്ഷെ ഓർക്കണം, അതിന് പതിറ്റാണ്ടുകൾക്ക് മുൻപ് 1925 മുതലുള്ള ചരിത്രമെടുക്കുമ്പോൾ, 1925 മുതൽ 48 വരെയുള്ള ചരിത്രമെടുക്കുമ്പോൾ ഒരുപക്ഷെ ലോകത്തെ ഏറ്റവും കൂടുതൽ ജൂതന്മാർ വസിച്ചിരുന്നൊരു പ്രദേശമായിരുന്നു ഇപ്പോഴത്തെ ഇറാൻ, പഴയ പേർഷ്യ. അവിടെ വലിയ ജൂത സമൂഹം ഉണ്ടായിരുന്നു. ജൂതന്മാർക്ക് ആ ഇറാനിൽ വലിയ നിയന്ത്രണവും ഉണ്ടായിരുന്നു. ആ നിയന്ത്രണം 1948 ശേഷവും തുടർന്നു. 1925 ഷാ പഹ്ലവിയുടെ ആ പഹ്ലവി രാജവംശം അവിടെ അധികാരത്തിലേറിയതിന് തൊട്ട് പിന്നാലെ ജൂതന്മാരെ ചേർത്ത് പിടിക്കുന്ന സമീപനമാണ് അവർ പുലർത്തിയത്. കാരണം ആ ജൂത സമൂഹത്തിൻ്റെ സഹായത്തോടെ അമേരിക്കയുമായും ബ്രിട്ടനുമായും വലിയ ബന്ധങ്ങൾ അവർ തുടർന്നു.
അവരുടെ വാണിജ്യ ഇടപാടുകൾ തുടർന്നു. ആ കാലഘട്ടത്തിൽ ഇസ്രായേലിനും ഇറാനുമിടയിൽ എണ്ണ വ്യാപാരം പൈപ്പ് ലൈൻ വഴി അതുവഴി യൂറോപ്പിലേക്കൊരു കണക്ടിവിറ്റി ഉണ്ടായിരുന്നു. വലിയൊരു പാരമ്പര്യമുണ്ട്. പേർഷ്യ വളരെ സമ്പന്നമായ രാജ്യമായിരുന്നു. ആ പേർഷ്യ കൈയടക്കിയ ഭരണകൂടം അവരുമായി വലിയ ബന്ധം പുലർത്തിയിരുന്ന ഇസ്രായേൽ. ആ ചരിത്രം അടിമുടി തിരുത്തിയത് ആയത്തുള്ളമാരുടെ കാലമാണ്. ഇവിടെ തെറ്റുപറ്റി എന്നൊന്നും നമുക്ക് പറയുക വയ്യ. പക്ഷേ ആയത്തുള്ള ഖമേനി ആദ്യം അധികാരം പിടിച്ചെടുത്ത റൂഹല്ല ഖമേനിയും പിന്നീട് ആയത്തുള്ള അലി ഖമേനിയും അവർക്ക് ഒരു കാര്യത്തിൽ വളരെ വ്യക്തത ഉണ്ടായിരുന്നു. ഇസ്രായേലിനെ ഈ ലോകത്ത് നിന്ന് തുടച്ചു നീക്കുക. കാരണം അത് വളരെ വ്യക്തമായി തയ്യാറാക്കിയ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. ഇസ്രായേലിനെ മധ്യേഷ്യയിൽ ദുർബലമാക്കിയാൽ, ഇസ്രായേലിനെ അവിടെ നിന്ന് തുടച്ചു നീക്കാൻ കഴിഞ്ഞാൽ മധ്യേഷ്യ പൂർണ്ണമായി ഇറാൻ്റെ കീഴിലുള്ള ഷിയ ഭരണകൂടങ്ങൾക്ക് കീഴിലാവും. കാരണം നേരത്തെ തന്നെ ലെബനനിൽ 1982 അന്ന് ഹിസ്ബുള്ളയ്ക്ക് അവിടെ രൂപം കൊടുത്ത് അവരെ വളർത്തിക്കൊണ്ടുവന്നത് ഇതേ ഷിയ ഭരണകൂടമാണ്, ഇറാൻ ഭരണകൂടമാണ്. അപ്പോൾ ലെബനൻ പിടിച്ചടക്കാം ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ. ഹമാസിനെ കൊണ്ട് പലസ്തീനും ഇപ്പോഴത്തെ ഇസ്രയേലുമൊക്കെ കീഴ്പ്പെടുത്തിയെടുക്കാം. ഹൂതികളെ കൊണ്ട് യമൻ, ജോർദാനും മറ്റ് സമീപ രാജ്യങ്ങളുമൊക്കെ ഷിയ ഭരണകൂടത്തിന് കീഴിലാക്കാമെന്ന് ഇറാൻ സ്വപ്നം കണ്ടിരുന്നു. കാരണം നമുക്കറിയാം ഗൾഫ് മേഖല പൂർണ്ണമായി സുന്നി ഭരണകൂടത്തിന് കീഴിലാണ്. സുന്നി ഷിയ രണ്ട് വിഭാഗമാണ് ഈ മുസ്ലിം സമുദായത്തിൽ വളരെ പ്രശസ്തരായിട്ടുള്ളത്. അതിലെ ഷിയ എന്ന് പറയുന്ന വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നവരാണ് ആയത്തുള്ളമാർ. അപ്പോൾ ഈ ആയത്തുള്ള യുഗം തുടങ്ങിയതിന് പിന്നാലെ ലോക രാജ്യങ്ങളുടെ ഭരണം, മുസ്ലിം രാജ്യങ്ങളുടെ ഭരണം പൂർണ്ണമായും ഷിയ ഭരണകൂടങ്ങൾക്ക് കീഴിൽ കൊണ്ടുവരിക. ഷിയ ഭരണം എന്ന് പറയുന്ന അവർ രണ്ട് തലത്തിലാണ് ഭരണം കൊണ്ടുവന്നു. ഒന്ന് ആത്മീയതയിലൂന്നി, ദൈവം അല്ലെങ്കിൽ പ്രവാചകൻ നിയോഗിച്ച ഭരണാധികാരി എന്ന നിലയിൽ. അപ്പോൾ ആത്മീയ നേതാവ്, ഭരണാധികാരി. അപ്പോൾ ഇത്തരമൊരു ഭരണക്രമം ഉണ്ടാക്കിയെടുക്കുന്നതിലൂടെ ഇറാൻ ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയാകുന്നു. ആ ഇറാൻ്റെ ആത്മീയ നേതൃത്വത്തിന് കീഴിൽ മറ്റ് മുസ്ലിം രാജ്യങ്ങളെയൊക്കെ കൊണ്ടുവരുന്നു. അങ്ങനെ വലിയ നെറ്റ്വർക്ക് ഉണ്ടാകുന്നു. പക്ഷേ ഇവിടെ ഇസ്രയേൽ കട്ടയ്ക്ക് നിൽക്കുന്നു തുടക്കം മുതൽ. ഇസ്രയേലിൻ്റെ വളരെ വ്യക്തമായ ഒരു ലക്ഷ്യം പലസ്തീൻ്റെ അസ്തിത്വം അംഗീകരിക്കാതിരിക്കുക എന്ന് മാത്രമല്ല, ഇസ്രയേലിനെ സംബന്ധിച്ച് ആ ജൂത സമൂഹം അവർ പാർക്കുന്ന ഇടം വളരെ സുരക്ഷിതമായി നിലനിർത്താൻ 1948 മുതൽ യുദ്ധം ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇവിടെയാണ് നമ്മൾ ചരിത്രത്തിൻ്റെ ഒരു പിന്നാമ്പുറത്തിൽ നിന്ന് നമ്മൾ ഇങ്ങോട്ടൊന്ന് കടന്നു വരുന്നത്. 1925 മുതൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 48 വരെ ജൂത സമൂഹം കൂടുതലുള്ള ഒരു ഇടമായിരുന്നു അന്നത്തെ പേർഷ്യ. 48 ഇസ്രയേൽ രൂപീകൃതമാകുമ്പോൾ അവിടെ നിന്ന് ജൂത സമൂഹം വലിയ തോതിൽ ഇസ്രയേലിലേക്ക് വന്നു. എന്നാൽ 1948-49 കാലഘട്ടത്തിൽ ഇസ്രായേലിൻ്റെ രൂപീകരണം അന്ന് പേർഷ്യ അംഗീകരിക്കുന്നില്ല. പഹ്ലവി രാജകുടുംബം അന്ന് അവർ അംഗീകരിക്കുന്നില്ല. എങ്കിലും ഇസ്രായേൽ അവരെ പിണക്കിയില്ല, രാജകുടുംബത്തെ പിണക്കിയില്ല, ആ രാജഭരണത്തെ പിണക്കിയില്ല. അന്ന് അവിടെ ഒരു പാർലമെൻ്ററി സംവിധാനം കൂടി ഉണ്ടായിരുന്നു. ഒരു വശത്തെ പാർലമെൻ്ററി സംവിധാനത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്താണ് അന്ന് ഈ പഹ്ലവി രാജഭരണം മുന്നോട്ട് കൊണ്ടുപോയത്. പിന്നീട് ബ്രിട്ടനും അമേരിക്കയുമായുള്ള പഹ്ലവി ഭരണകൂടത്തിൻ്റെ ബന്ധങ്ങൾ ഈ പാർലമെൻ്ററി സംവിധാനം അംഗീകരിക്കാതെ വന്നു. ഇതിനെ തുടർന്ന് പാർലമെൻ്ററി സംവിധാനം പൂർണ്ണമായി തകർത്തെറിഞ്ഞ് സൈന്യവും ഭരണവും എല്ലാം തൻ്റെ കൈപ്പിടിയിൽ ഒതുക്കി പഹ്ലവി രാജകുടുംബം. അങ്ങനെ ആ പഹ്ലവി രാജകുടുംബത്തിൻ്റെ കാലഘട്ടത്തിൽ പിന്നീട് ഇസ്രായേലുമായി അവർ പ്രായോഗിക തലത്തിൽ, ആ ഭൗമ രാഷ്ട്രീയ തലത്തിൽ ഒരു അടുപ്പം സൂക്ഷിച്ചു. അവർക്ക് വലിയ എതിർപ്പുകൾ വരാതിരിക്കാൻ, അവരുടെ ഭരണം സുരക്ഷിതമാക്കാൻ, സാമ്പത്തികമായിട്ടൊരു അഭ്യുന്നതി വരാൻ. കാരണം എണ്ണ കൈമാറ്റമാണെന്ന് പേർഷ്യയെ വലിയ സമ്പന്ന രാജ്യമാക്കിയത്. അങ്ങനെ ഇസ്രായേലുമായി വലിയ ബന്ധം തുടർന്നു. പിന്നീട് 1979 ഇസ്ലാമിക വിപ്ലവം, ആയത്തുള്ള റൂഹല്ല ഖുമേനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിപ്ലവം നടക്കുന്നു. വിപ്ലവത്തിൽ അന്ന് ഷാ പഹ്ലവി രക്ഷപ്പെട്ട് നേരെ അമേരിക്കയിലേക്ക് കടക്കുന്നു. കഥയൊക്കെ ഒരുപാട് നീണ്ടതാണ്. റൂഹല്ല ഖമേനി അധികാരത്തിലെത്തിയതിന് തൊട്ട് പിന്നെ ഇസ്രായേൽ ധരിച്ചു ആ പഴയ ബന്ധം നമുക്ക് തുടരാം എന്നൊരു വിചാരമായിരുന്നു ഇസ്രായേലിനുള്ളത്. പക്ഷേ ആയത്തുള്ള റൂഹല്ല ഖുമേനിയെ സംബന്ധിച്ച് ഇസ്രായേലിനെ തകർത്തെറിഞ്ഞ് ആ മേഖലയുടെ നിയന്ത്രണം തങ്ങളുടെ ഇറാൻ്റെ കീഴിൽ കൊണ്ടുവരണമെന്ന വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു.
1980 തന്നെ ഇക്കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഇസ്രായേലിനെ ഞങ്ങൾ എന്നേക്കുമായി തകർക്കുമെന്ന്. അപ്പോൾ ഇസ്രായേൽ ജാഗ്രതയിലായി. തൊട്ടു പിന്നാലെ 1980 സദ്ദാം ഹുസൈൻ അന്ന് ഇറാന് നേർക്കൊരു യുദ്ധം പ്രഖ്യാപിക്കുന്നു. നീണ്ട വർഷങ്ങൾ നീണ്ടുന്ന 8 വർഷത്തോളം നീണ്ടുന്ന യുദ്ധം. അപ്പോൾ ആ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ റൂഹല്ല ഖമേനി ആകെ വിരണ്ടുപോയി. കാരണം പുതുതായി രൂപീകൃതമായ ഒരു ഭരണക്രമം, പ്രതിരോധ സേനയില്ല, ആയുധങ്ങളില്ല. മറിച്ച് അന്ന് സദ്ദാം ഹുസൈൻ്റെ കയ്യിൽ മാരകമായ പല ആയുധങ്ങളുമുണ്ട്. അയാൾ അതിശക്തനാണ്. അന്ന് ഇറാൻ കീഴടക്കും സദ്ദാം, യാതൊരു വ്യത്യാസവുമില്ല. അന്ന് ഇറാഖിന് പിന്തുണയുമായി അമേരിക്ക പോലുമുണ്ട് സദ്ദാം ഹുസൈനൊപ്പം. ഇറാൻ ഏറെ ദുർബലമായി നിൽക്കുന്നു. അന്ന് റൂഹല്ല ഖമേനി നേരെ അന്നത്തെ ഇസ്രായേൽ ഭരണാധികാരിയെ ബന്ധപ്പെട്ടു, ഞങ്ങളെ രക്ഷിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇസ്രായേൽ കരുതി ഒരു ചാൻസ് കിട്ടിയതാണ്. അപ്പോൾ പഴയ ആ ഒരു ബന്ധം ഇനി അങ്ങ് തുടരാം, ഇസ്രായേലും ഇറാനും തമ്മിൽ പഴയ ഒരു ബന്ധം തുടരാം. കാരണം ഒരു കരുത്തനായ സദ്ദാം ഹുസൈനെ പോലൊരു ശത്രു അവിടെ നിൽക്കുന്നത് കൊണ്ട് ഇനി ഇസ്രായേലിന് തേക്കില്ല എന്നാണ് ഇസ്രായേൽ കരുതിയത്. അങ്ങനെ ആ യുദ്ധത്തിൽ ഇസ്രായേൽ ഇറാനെ സഹായിക്കാൻ തീരുമാനമെടുക്കുന്നു. 1500ഓളം മിസൈലുകളാണ് അന്ന് ഇസ്രായേൽ ഇറാന് കൈമാറുന്നത്. ഇത്രയധികം മിസൈലുകൾ, വൻ ആയുധങ്ങളൊക്കെ ഇസ്രായേൽ ഇറാന് കൈമാറുന്നു. ഇറാൻ എല്ലാ പിന്തുണയും കൊടുക്കുന്നു. അന്ന് പുതുതായി രൂപീകരിച്ചിട്ടേ ഉള്ളൂ ഇറാൻ്റെ പ്രതിരോധ സേന. അന്ന് ഒരു ചാരസംഘടനയെ വേണം എന്ന റൂഹല്ല ഖമേനിക്ക് വലിയ ആഗ്രഹം. അങ്ങനെ മൊസാദാണ് 1980 തുടക്കത്തിൽ ഇറാനിലെത്തി അവിടെ ഒരു ചാരസംഘടനയ്ക്ക് രൂപം കൊടുത്ത് മൊസാദിൻ്റെ അതേ ശ്രേണി തലത്തിൽ ഒരു ചാരസംഘടനയെ അവർ പരിശീലിപ്പിച്ചെടുക്കുന്നു. എന്നിട്ട് രഹസ്യ വിവരങ്ങൾ ശേഖരിക്കുന്നത് മാത്രമല്ല, ശത്രുവിനെ തളർത്തുന്ന തീവ്ര ആക്രമണങ്ങൾ എങ്ങനെ നടത്തണം എന്ന് മൊസാദ് പരിശീലിപ്പിക്കുന്നു. പിന്നീട് ഇറാഖിൻ്റെ ഏറ്റവും ശക്തമായ ചില ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ അന്ന് ഇസ്രായേലാണ് ആക്രമണം നടത്തുന്നത്. ആണവ ആയുധമൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ ഏറ്റവും ശക്തമായ ചില ആക്രമണങ്ങൾ ഇസ്രായേൽ നേരിട്ട് നടത്തിയ ആ യുദ്ധത്തിൽ അങ്ങനെ ഇറാഖ് പരാജയപ്പെടുന്നു. ഇറാഖിനെ പരാജയപ്പെടുത്തിയതോടെ ഇറാൻ അങ്ങ് തലപൊക്കി. പിന്നീട് ഇസ്രായേലിനെതിരെ തിരിയുന്ന ഇറാനെയാണ് ലോകം കാണുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ അമ്പരപ്പുണ്ടാക്കി. എങ്കിലും പിന്നീട് 1989 മുതൽ നമ്മളിപ്പോൾ 2026 1989 വലിയൊരു പ്രത്യേകതയുണ്ട്. റൂഹല്ല ഖമേനി മരിക്കുന്നു, ആയത്തുള്ള അലി ഖമേനി അധികാരത്തിലെത്തുന്നു. നേരത്തെ ഇറാഖുമായിട്ടുള്ള യുദ്ധവേളയിൽ അന്ന് ഈ ആയത്തുള്ള അലി ഖമേനി അവരുടെ പ്രസിഡൻ്റായിരുന്നു. പക്ഷേ ആയത്തുള്ള അലി ഖമേനിയെ റൂഹല്ല ഖമേനി അവസാന കാലത്ത് വളരെ അവിശ്വസിച്ചു. അദ്ദേഹത്തിൽ വലിയ ആത്മീയതയൊന്നുമില്ല, അദ്ദേഹത്തെ ഭരണമേൽപ്പിക്കാൻ കൊള്ളില്ല എന്നൊരു ചിന്തയിലായിരുന്നു റൂഹല്ല ഖമേനി എന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നത്. എന്നാൽ വലിയ മാനിപ്പുലേറ്ററായിരുന്നു ആയത്തുള്ള അലി ഖമേനി. അദ്ദേഹത്തിന് IRGCയിൽ വലിയ സ്വാധീനമുണ്ട്. അന്നത്തെ സംവിധാനങ്ങളൊക്കെ രൂപപ്പെടുത്തുന്ന ദേശീയ സുരക്ഷാ കൗൺസിലിൽ വലിയ സ്വാധീനമുണ്ട്. ഈ ഇറാൻ്റെ പരമാധികാരിയെ അല്ലെങ്കിൽ പരമോന്നത നേതാവിനെ തിരഞ്ഞെടുക്കുന്ന ഒരു കൗൺസിലുണ്ട്. ആ കൗൺസിൽ മുഴുവൻ ഇദ്ദേഹം പ്രസിഡൻ്റായിരുന്നപ്പോൾ ഇദ്ദേഹം ഉണ്ടാക്കിയ ബന്ധങ്ങൾ കൊണ്ടുള്ള ആളുകളാണ്. അങ്ങനെ റൂഹല്ല ഖമേനിയുടെ മരണത്തിന് ശേഷം അങ്ങനെ ആയത്തുള്ള അലി ഖമേനി ഇറാൻ പരമോന്നത നേതാവാകുന്നു, ഭരണാധികാരിയാകുന്നു. പക്ഷെ അതിനു മുൻപുള്ള ഒരു പതിറ്റാണ്ട് ഒരു കൃത്യതയോടെയുള്ളൊരു ജനാധിപത്യ ക്രമം കൂടി നിലനിൽക്കണമെന്ന് ആദ്യത്തെ റൂഹല്ല ഖമേനി ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഇറാൻ്റെ ജഡ്ജിമാരുടെ നിയമനം, ഭരണക്രമം, പ്രതിരോധം, ഇങ്ങനെ അതിലൊക്കെ ഒരു ജനാധിപത്യ രീതികൾ അദ്ദേഹം പിന്തുടർന്നിരുന്നു. എന്നാൽ ആയത്തുള്ള അലി ഖമേനി അത് മുഴുവൻ അട്ടിമറിച്ചു. എല്ലാ അധികാരവും തന്നിലേക്ക് കേന്ദ്രീകരിച്ചു. ഇറാനിയൻ പ്രതിരോധ സേനയ്ക്ക് പുറമെ IRGC എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സ്വന്തം സേന. അപ്പോൾ ഏതെങ്കിലും വിമർശനങ്ങളുമായി രാജ്യത്ത് ആരെങ്കിലും തലപൊക്കിയാൽ അവരെ അപ്പോൾ കൊന്നുകളയുക. വധശിക്ഷ ഉൾപ്പെടെ വിധി കൽപ്പിക്കാൻ അധികാരമുള്ള ഒരു ഭരണാധികാരി, അതിന് ആത്മീയ നേതാവ് എന്നുള്ളൊരു ചാർത്തി. അപ്പോൾ എല്ലാത്തിനും ഒരു സൗകര്യം കൂടി കിട്ടി. ജഡ്ജിമാരെ നിയോഗിക്കുന്നത്, ദേശീയ കൗൺസിലിൽ ആളെ നിയോഗിക്കുന്നത് എല്ലാം അങ്ങനെ അലി ഖമേനിയിലേക്ക് കേന്ദ്രീകരിക്കപ്പെട്ടു. അലി ഖമേനിക്ക് അപ്പോഴും ഒരു ആർത്തി മുന്നിൽ നിന്നു, ഇസ്രായേലിനെ തകർക്കുക എന്ന ആർത്തി. കാരണം അത് പലസ്തീനോടുള്ള പ്രേമമല്ല. പലസ്തീനോടുള്ള പ്രേമമായിരുന്നു എങ്കിൽ ഹമാസിനെ കൊണ്ട് ഗസ മുനമ്പിനെ ഇതുപോലെ തകർക്കില്ലായിരുന്നു, പലസ്തീൻ തകർക്കാൻ ശ്രമിക്കില്ലായിരുന്നു. തങ്ങളുടെ ഷിയ മിലിഷ്യകളെ ഈ മേഖല മധ്യേഷ്യയിൽ നിറയ്ക്കുകയാണ്
അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. പിന്നീട് ഭ്രാന്തമായ ഒരു ആളുകളൊക്കെ പോരാളി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നു എങ്കിലും ഭ്രാന്തനായ ഒരു അധികാരിയെ പോലെയാണ് ആയത്തുള്ള അലി ഖമേനി കഴിഞ്ഞ പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ചത്. 1989 മുതൽ ഇപ്പോൾ 2026 വരെ എത്തി നിൽക്കുന്നു. ഈ കാലഘട്ടത്തിൽ എല്ലാം തൻ്റെ കാൽക്കീഴിൽ ഭരണം, പ്രതിരോധ സേന, ERGC, ഇറാൻ്റെ ബാക്കി എല്ലാ രഹസ്യ അന്വേഷണ സംവിധാനങ്ങളെല്ലാം ഇദ്ദേഹത്തിൻ്റെ കാൽച്ചുവട്ടിലായിരുന്നു. അങ്ങനെയാണ് 9 ലക്ഷം കോടി സാമ്രാജ്യത്തിൻ്റെ അധിപനായത്. വലിയ പണക്കൊഴുപ്പിൻ്റെ ഒരു വലിയ സാമ്രാജ്യം. ഇത്തരമൊരു അവസ്ഥയിൽ വല്ലാത്തൊരു അധികാരഭ്രാന്ത്, വല്ലാത്ത ധാർഷ്ട്യം. അത് നമ്മൾ മുൻപ് ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ അന്ന് അമേരിക്ക ആദ്യമായി കൈചൂണ്ടിയതാണ്. പിന്നീട് ജോ ബൈഡൻ ഈ ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്നും ഇറാനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നതിൽ നിന്നും വിട്ടുനിന്നു. അതിൻ്റെ ഫലം എന്തായിരുന്നു? യുറേനിയം സമ്പുഷ്ടീകരണ പദ്ധതിയിൽ ഏകദേശം 70% വിജയത്തിൻ്റെ പക്കലെത്തി. 60% സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇന്ന് ഇറാൻ്റെ പക്കലുണ്ട്. ഇറാൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ പൂർണ്ണ ആണവായുധം സജ്ജമാക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അവർ നേരെ ഇസ്രായേലിനെ അടിക്കും. ഇസ്രായേൽ എന്ന രാജ്യത്തെ കത്തിച്ചു കളയാണ് ലക്ഷ്യം. നമുക്കറിയാം, ആ മാപ്പിൽ നോക്കുമ്പോൾ ഇറാൻ്റെ ഒരു സൈസും ഇസ്രായേലിൻ്റെ ഒരു സൈസും ഒരു പൊട്ട് പോലെയാണ് ഭൂപടത്തിൽ ഇസ്രായേലിനെ നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെയൊക്കെ ഒരു തുടക്കം ഇസ്രായേലിനെ പ്രകോപിപ്പിക്കുന്ന ഹമാസിൻ്റെ ആക്രമണത്തിന് പിന്നിൽ കൃത്യമായി ഇറാൻ്റെ ഒരു പ്ലോട്ട് ഉണ്ടായിരുന്നു. എന്നാൽ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ കരുത്താണ് പിന്നീട് നമ്മൾ ലോകം കാണുന്നത്. 2023 ഒക്ടോബർ 7-ാം തീയതി ഹമാസ് നടത്തിയ അതിക്രൂരമായ ഭീകരാക്രമണം. ആ ഭീകരാക്രമണത്തെ തുടർന്ന് ഇസ്രായേൽ ഒരു ശപഥം ചെയ്യുന്നു, ഹമാസിനെ ഈ ഭൂമുഖത്ത് നിന്ന് തങ്ങൾ നിർവീര്യമാക്കുമെന്ന്. അതിന് പിന്നാലെ ഹിസ്ബുള്ള ആക്രമണം തുടങ്ങി. ഇറാൻ്റെ സഹായം. അന്ന് ഇറാനിൽ നിന്ന് വലിയ തോതിൽ ആയുധങ്ങൾ എത്തിക്കൊണ്ടിരുന്നു ഹിസ്ബുള്ളയ്ക്ക്. ആദ്യം ആ സപ്ലൈ ചെയിൻ നമ്മൾ കണ്ടു. ഇറാഖിലെ ആ സപ്ലൈ ചെയിൻ കട്ട് ചെയ്തത്, സിറിയയിലൂടെയുള്ള സപ്ലൈ ചെയിൻ കട്ട് ചെയ്തത്. അന്ന് ബാഷർ അൽ അസദിനെ പിന്തുണച്ചിരുന്നു ഇറാൻ. നമ്മൾ ഈ ചരിത്രം പരിശോധിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലുണ്ടായ വലിയൊരു സംഭവ പരമ്പര കൂടി ഒന്ന് പരിശോധിക്കണം. ബാഷർ അൽ അസദിനെ പിന്തുണച്ചിരുന്ന 2 രാജ്യങ്ങളാണ്. ഒന്ന് റഷ്യ, 2 ഇറാൻ. ബാഷർ അൽ അസദിന് വേണ്ട ആയുധങ്ങൾ കൈമാറിയിരുന്നത് കൃത്യതയോടെ ഇറാൻ തന്നെയായിരുന്നു. ഒരു വശത്ത് സിറിയ തങ്ങളുടെ നിയന്ത്രണത്തിൽ, ഹിസ്ബുള്ള ഉപയോഗിച്ച് ലെബനൻ തങ്ങളുടെ നിയന്ത്രണത്തിലാക്കിയിരിക്കുന്നു. ഇറാഖിലെ ഐസിസ് പോലുള്ള കൊടും ക്രൂരരായ തീവ്രവാദികളെ, ഭീകരരെ അമേരിക്ക അമർച്ച ചെയ്തതിന് പിന്നാലെ അവിടെ ഷിയ മിലിഷ്യകളുടെ വലിയ സംഘങ്ങൾ രൂപീകരിക്കുന്നു. അപ്പോൾ മധ്യേഷ്യയെ പൂർണ്ണമായി തങ്ങളുടെ ഒരു കൈപ്പിടിയിൽ ഒതുക്കാനുള്ള ശ്രമങ്ങളായിരുന്നു ഇറാൻ നടത്തിയത്. എന്നാൽ ഇസ്രായേൽ 2023 ആക്രമണത്തോടെ ചിലതൊക്കെ തിരിച്ചറിഞ്ഞു. ഇറാനെ തിരിച്ചടിച്ച് നിർവീര്യമാക്കിയില്ല എങ്കിൽ തങ്ങളുടെ അസ്തിത്വം എത്ര കാലം ഈ ഭൂമുഖത്തുണ്ടാകുമെന്നവർ പരിഭ്രമിച്ചു. അതിൻ്റെ തുടർച്ചയായിരുന്നു അമേരിക്കയും ഇസ്രായേലും ഒരുമിച്ച് നീങ്ങിയ ഒട്ടനവധി ആക്രമണങ്ങൾ. നമ്മൾ കണ്ടു, ബാഷർ അൽ അസദ് താഴെ വീണു. അവിടെ ആഭ്യന്തര സംഘർഷവും ആഭ്യന്തര പ്രശ്നങ്ങളുമായിരുന്നു ബാഷർ അൽ അസദിൻ്റെ വീഴ്ചയെങ്കിൽ അതിന് പിന്നിൽ കളിച്ചത് കൃത്യതയോടെ ഇസ്രായേൽ തന്നെയാണ്. കാരണം ബാഷർ അൽ അസദ് വീണതിന് തൊട്ടു പിന്നാലെ സിറിയയെ പൂർണ്ണമായി, അവരുടെ പ്രതിരോധ ശേഷി പൂർണ്ണമായി നിർവീര്യമാക്കുന്നതിൽ ഇസ്രായേൽ വിജയിച്ചു. അവിടെ തോറ്റത് ഇറാനാണ്. ഹമാസിനെ തീർത്തതിലൂടെ ആദ്യം ഇറാന് പ്രഹരം ഏൽപ്പിക്കുന്നു. ഹിസ്ബുള്ളയെ അടിച്ച് ഇല്ലായ്മ ചെയ്ത് ഇറാൻ്റെ ഒരു ചിറകരിയുന്നു. ബാഷർ അൽ അസദിനെ ഭരണത്തിൽ നിന്ന് വീഴ്ത്തി അടുത്ത ചിറകരിയുന്നു. ഹൂതികളെ മാരകമായി പ്രഹരമേൽപ്പിച്ച് ഇറാൻ്റെ അവസാന ചിറകുമരിയുന്നു. പിന്നീടാണ് കഴിഞ്ഞ ജൂണിൽ ഇറാന് നേർക്ക് നടന്ന 12 ദിന ആക്രമണം. അതിലവരെ അക്ഷരാർത്ഥത്തിൽ വിറപ്പിച്ചു കഴിഞ്ഞു. പക്ഷേ ആ ആക്രമണത്തിന് ശേഷം കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ വലിയ തോതിൽ മിസൈൽ സംഭരിക്കുന്നതിലായിരുന്നു ഇറാൻ്റെ ശ്രദ്ധ. അപ്പോൾ പക അത് വല്ലാതെ ഇറാൻ ഭരണാധികാരിയിൽ കത്തിക്കൊണ്ടിരുന്നു. ഇറാനിൽ പിന്നീട് നിറഞ്ഞ പകയാണ് ഒടുവിൽ ഖമനേയിയുടെ കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നത്. കാരണം ദീർഘദൂര മിസൈലുകളും അതും അത്യന്തം മാരക പ്രഹരശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈലുകൾ, അമേരിക്കയിൽ വരെ തങ്ങളുടെ മിസൈലുകൾ എത്തുമെന്ന് ഇടയ്ക്ക് ഇറാൻ ഭയപ്പെടുത്തിയിരുന്നു. അപ്പോൾ ഇത്തരമൊരു നിലപാട് തുടർന്നാൽ അത് എക്കാലത്തും ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്കും ഭീഷണി ഉണ്ടാവും എന്ന് ട്രംപ് തിരിച്ചറിഞ്ഞു. ഇത് നമുക്ക് മറ്റൊരു തലത്തിൽ കൂടി ഇവിടെ ചേർത്ത് വായിക്കണം. കാരണം മധ്യേഷ്യ, ഗൾഫ് മേഖലയിൽ തനിക്കൊരു ശത്രുവിനെ ഒരിക്കലും അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. നേരത്തെ സദ്ദാം
അമേരിക്കയ്ക്കെതിരെ ഒന്ന് തലപൊക്കിയപ്പോൾ അപ്പോൾ തന്നെ അടിച്ചു തീർത്തു. ഐസിസ് ഉൾപ്പെടെയുള്ള ഭീകര സംഘങ്ങളെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതിൽ ഒരു പരിധിവരെ അമേരിക്ക വിജയിച്ചു. സുന്നി ഭരണക്രമങ്ങളിൽ ഇപ്പോൾ തുടരുന്ന ഗൾഫ് മേഖല, അവിടെ മിക്ക സ്ഥലങ്ങളിലും ഒരു രാജഭരണമാണ് നിലനിൽക്കുന്നത്. അതിനെ പൊളിച്ചെറിഞ്ഞ് അവിടെ വീണ്ടും ഒരു മതഭരണത്തിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ അമേരിക്ക ശ്രദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ട പ്രതിരോധം തീർത്ത് അവരെ തങ്ങളുടെ ഒരു ആശ്രിതരായി നിലനിർത്തുന്ന ശൈലി അമേരിക്ക തുടരുന്നു. ഇതിനിടയിൽ ഒറ്റപ്പെട്ട ഒരു ശത്രുവിനെ നിലനിർത്തേണ്ട എന്ന് അമേരിക്ക അങ്ങ് തീരുമാനിച്ചു. അതാണ് ട്രംപിൻ്റെ ആ ഒരു നിശ്ചയദാർഢ്യം. ഖമനേയി കൊല്ലപ്പെട്ടു, അവരുടെ സൈനിക മേധാവി കൊല്ലപ്പെട്ടു, IRGCയിലെ മിക്ക മേധാവികളും കൊല്ലപ്പെട്ടു. എങ്കിലും ഇറാൻ്റെ ക്രോധം അടങ്ങുന്നില്ല. തിരിച്ചടിക്കുമെന്ന് ഭയപ്പെടുത്തുന്നു. ഗൾഫ് മേഖലയിലേക്ക് തലങ്ങും വിലങ്ങും അവർ മിസൈലുകൾ പായിക്കുന്നു, ഡ്രോണുകൾ പായിക്കുന്നു. അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ തങ്ങളുടെ ആത്മീയ നേതാവ്, പരമാധികാരി കൊല്ലപ്പെടുന്ന സാഹചര്യം, അദ്ദേഹത്തിന് കുടുംബാംഗങ്ങൾ നഷ്ടപ്പെടുന്നൊരു സാഹചര്യം, ഇത്രയേറെ ആക്രമണത്തിൽ തളർന്നിട്ടും അവർ തിരിച്ചടിക്കുന്നു. അപ്പോൾ ശത്രുവിൻ്റെ കരുത്ത് അല്ലെങ്കിൽ ശത്രുവിൻ്റെ പക, അവരുടെ ആയുധശേഷി എത്രത്തോളം ഉണ്ടെന്ന് അമേരിക്കയ്ക്കും ഇസ്രായേലിനും ഒക്കെ നിശ്ചയമുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ആക്രമണം. നമ്മൾ ഇസ്രായേലിൻ്റെ കാര്യം ഒന്ന് എടുത്ത് കഴിഞ്ഞ 3 വർഷം തുടർച്ചയായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതും ഏറ്റവും മാരകമായ ആക്രമണങ്ങൾ. ഇന്നലെ രാത്രി 200 പോർ വിമാനങ്ങൾ, ഇപ്പോൾ ഈ 200 പോർ വിമാനങ്ങൾ ഒരുമിച്ച് കുതിച്ചുയരുകയാണ് ഇസ്രായേലിലെ വ്യോമതാവളങ്ങളിൽ നിന്ന്. ഇറാൻ ആകാശത്ത് അവർ 500-ലധികം ആക്രമണങ്ങൾ നടത്തുന്നു, ആകാശത്ത് നിന്ന് നിശ്ചിത ലക്ഷ്യങ്ങൾ കേന്ദ്രീകരിച്ച്. അപ്പോൾ ഈ ഒരു കൃത്യത ലോകത്തിലെ മറ്റൊരു വ്യോമസേനയ്ക്കും അവകാശപ്പെടാൻ കഴിയില്ല. അവർ ഇസ്രായേലിലിരുന്ന് മിസൈലുകൾ പായിക്കുകയല്ല ചെയ്യുന്നത്. അവരുടെ പോർ വിമാനങ്ങൾ ശത്രുവിൻ്റെ ആകാശത്തിന് മുകളിലെത്തിച്ച് അവിടെ നിന്ന് ബോംബ് വർഷിക്കുക ചെയ്യുന്നു. ശത്രുവിൻ്റെ റഡാറുകൾ തകർത്ത്, അവരുടെ നെറ്റ് സംവിധാനങ്ങൾ തകർത്ത് സൈബർ ആക്രമണങ്ങൾ നടത്തി ഏറ്റവും പുതിയ ആക്രമണമാണ് അവർ നടത്തുന്നത്. ഇതിനിടയിലാണ് ഒന്ന് തിരിച്ചടിക്കാൻ ഇറാൻ ശ്രമിക്കുന്നത്. അതാണ് അതിലെ മറ്റൊരു വൈരുദ്ധ്യം.